വേട്ടക്കാരൻ്റെയും ഇരയുടെയും കഥകൾ കേട്ട് നമ്മൾ മടുക്കല്ല, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ ആ വാർത്തയ്ക്ക് എരിവും പുളിയും കേടും. ശത്രു ഭരണകൂടത്തിന് എതിര് നിൽക്കുന്ന ആളാണെങ്കിൽ അവരെ വേട്ടയാടി പിടിക്കാൻ ഭയങ്കരമായ താല്പര്യം കാണിക്കും. എന്നാൽ അതിന് വിരുദ്ധമായൊരു റിപ്പോർട്ടാണ് വടകരയിൽ നിന്ന് വരുന്നത്. ഷിംജിത എന്ന് പറഞ്ഞ ഒരു ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ബസ്സിൽ അവരുടെ നേരെ മോശം പ്രകടനത്തിന് തയ്യാറായതിൻ്റെ പേരിൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് വീഡിയോ തയ്യാറാക്കുകയും ആ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ച് ഈ പയ്യന്, ദീപക് എന്ന് പറഞ്ഞ പയ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത സ്ഥിതി സൃഷ്ടിച്ചു. അങ്ങനെ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനുള്ള അവകാശം അവർക്കുണ്ടോ? ഇപ്പം നമുക്ക് ഓർമ്മ വരുന്ന ഒറ്റ കേസേ ഉള്ളൂ. കാലിക്കറ്റ് സാറ് എന്നെക്കാൾ നന്നായിട്ട് ഓർക്കുക, യൂണിവേഴ്സിറ്റിയിലെ ഉഷ എന്ന് പറയുന്ന സ്ത്രീയെ അവിടുത്തെ തന്നെ യൂണിയൻ പ്രവർത്തകനായ ജീവനക്കാരൻ പീഡിപ്പിച്ചിട്ടുണ്ടായ കഥ നമുക്കറിയാം. ഏറെക്കുറെ സമാനമായ കഥ തന്നെയാണോ ഇത്? അതായത് ഷിംജിതേൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ബസ് കയറിയിട്ട് ഇറങ്ങാൻ സമയത്താണ് ഈ യുവാവ് ദീപക് എന്ന് പറയുന്ന ഗോവിന്ദപുരം സ്വദേശി, നമ്മുടെ കോഴിക്കോട് എൻ്റെ വീടിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ അകലെയാണ് ഇവർ താമസിക്കുന്നത്. ഇപ്പോൾ വളയനാട് ക്ഷേത്രം എന്നൊക്കെ പ്രശസ്തമായ ക്ഷേത്രമൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ അദ്ദേഹം 42 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ പറയുന്ന ബസ്സിൽ കയറി ഇറങ്ങാൻ സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ലോ. ആ തിരിയുന്ന സന്ദർഭത്തിൽ ഈ ലേഡി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് പകർത്തുകയായിരുന്നു. മുട്ടുന്നതും ശരീരത്തിൽ മുട്ടുന്ന രംഗങ്ങൾ കൃത്യമായി എടുത്ത് അത് പിന്നെ ടെക്നിക്കലൊക്കെ ഉപയോഗിച്ച് പല തന്ത്രങ്ങളുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. AI ക്യാമറ അടക്കം വഴി എന്തുണ്ടാക്കാവുന്ന മോദിയെയും പിണറായിയെയും ഒക്കെ ചിത്രീകരിക്കുന്ന കാലത്ത് അവർ ഡാൻസ് അടക്കം ചിത്രീകരിക്കുന്നു. ഇതേപോലെ ടെക്നിക്ക് ഉപയോഗിച്ച് ഈ ഭാഗം എടുത്ത് അത് ഇവരെ മുട്ടിതാവുന്നതായി കാണിക്കുകയും അപ്പം ഇവരെ ബസ്സിൽ ഇവരോട് വളരെ അശ്ലീലപരമായി ശാരീരികമായി അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിച്ചിട്ട് സ്പർശന സുഖം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഉണ്ടാക്കിയത്. അത് 28 ലക്ഷം ആൾക്കാർ കണ്ടു. പക്ഷേ ഇത് എല്ലാ ഭാഗങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നതോടുകൂടി ഷിംജിത ചെയ്തത് അവരുടെ മുഖം മറച്ച് ഈ പറയുന്ന ദീപകിന് ഫോട്ടോ കൊടുത്തുകൊണ്ട് കൃത്യമായി ഇത് പ്രസിദ്ധീകരിച്ചു. 28 ലക്ഷം ആൾക്കാർ പെട്ടെന്ന് കണ്ടതോടുകൂടിയിട്ട് ഇദ്ദേഹം ആകെ ഡെസ്പായി. ഇനി പുറത്തിറങ്ങി ജീവിച്ചിരിക്കാൻ പറ്റില്ല, മാത്രമല്ല ഒരു കേസ് വന്നാൽ അകത്താവും. ഒരു സോഷ്യൽ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ചും ഈ പെൺകുട്ടി മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന ആളാണ്, പിന്നീട് മാറി ഇടതുപക്ഷ സഹയാത്രികയായി. ഇപ്പം പോലീസിൻ്റെയും ഒക്കെ ബന്ധമുണ്ട്, പാർട്ടീൻ്റെ സഹായമുണ്ട് എന്നുള്ള നിലപാട് വന്നതോടെ അഹങ്കാരം കയറി ഇപ്പോഴത്തെ ഒരു പത്രപ്രവർത്തന രീതി ഒക്കെ മാറ്റി വ്ളോഗർമാരിങ്ങനെ കണ്ടെത്തുന്ന ആത്മഹത്യ അടക്കം ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പോൾ അതേപോലെ ഇവർ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്ന, സ്ത്രീയെ കയറി പിടിക്കുന്ന, അല്ല സ്പർശന സുഖം കണ്ടെത്തുന്ന ആൾക്കാർക്കെതിരെയുള്ള ഈ വീഡിയോ ഭയങ്കര കത്തിക്കയറുണ്ടായി. ഇതിൽ മനന്നൊന്നിട്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന്, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, സൊസൈറ്റിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം അന്ന് തന്നെ ജീവൻ ഒടുക്കി. ഇതാണ് കേസ്. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യക്ക് കാരണമായത് ഈ ഷിംജിതയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പരാതി കൊടുത്തു. കന്യക എന്ന് പറയുന്ന അവരുടെ അമ്മ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിണ്ടിയിരുന്നില്ല പോലീസ് ആദ്യം. പക്ഷേ വ്യാപകമായ പ്രതിഷേധം എല്ലാ മേഖലകളും കടന്നു കയറിയപ്പോൾ കേസ് എടുക്കേണ്ടി വന്നു. ആദ്യം ഒളിവിൽ പോയ ഷിംജിത വിദേശത്ത് പോയി എന്നൊക്കെയായിരുന്നു വാർത്ത ആദ്യം ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ പോലും അങ്ങനെ റിപ്പോർട്ട് ആ വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ കൈരളി, കാരണം ഇവരിവിടെ ഇല്ല, അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നൊരു ഇംപ്രഷൻ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കൃത്യമായി അവരുടെ വിവരം കിട്ടുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേക്ക് അറസ്റ്റ് ചെയ്ത രൂപത്തിലാണെങ്കിൽ അന്ന് തന്നെ രാത്രി വന്നിട്ട് അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് കേസ് കൃത്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യും. ഈ റിമാൻഡ് ചെയ്താൽ അവർക്ക് ഇനി ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഈ ജാമ്യം കിട്ടുമെന്നുള്ളത് വെച്ചാൽ 108-ാം വകുപ്പാണ്, BNSL 108-ാം വകുപ്പാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വകുപ്പാണ് എടുത്തിരിക്കുന്നത്. 108-ാം വകുപ്പ് എന്ന് പറയുന്നത് ഒരു ആത്മഹത്യക്ക് കാരണമായി ഒരാൾ പ്രേരണ ഉണ്ടാവുന്നത്
ആണ് ഈ വകുപ്പ് ഉപയോഗിക്കുന്നത്. നേരത്തെ PP ദിവ്യനെ അറസ്റ്റ് ചെയ്തതും നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അവരുടെ പ്രസംഗം ആത്മഹത്യയെ കാരണമായി മാനാഭിമാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. 10 വർഷം തടവ് ശിക്ഷയാണ്. ഈ 10 വർഷം തടവ് ശിക്ഷയുള്ള വകുപ്പിൽ സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. ആദ്യത്തെ താഴെ കോടതിയിൽ കൊടുത്ത ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ. അപ്പം ഇനിയിപ്പം അവർ കസ്റ്റഡിയിൽ കൊണ്ടുപോയി കസ്റ്റഡിയിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇതുവരെ കൊടുത്തിട്ടില്ല ജുഡീഷ്യൽ കസ്റ്റഡി. കാരണം ഇതിൻ്റെ ഡിവൈസ് പിടിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ കൂടാതെ പിന്നെ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്ന ഇതിനു മുമ്പ് തന്നെ ഡിവൈസ് കിട്ടിയിരുന്നത് പോലീസ് അപ്രസ് ആ ഫാക്ട് കിട്ടിയ വിവരം പുറത്ത് പറയാതിരിക്കുകയെന്ന്. അങ്ങനെ എന്തായാലും ഡിവൈസ് കിട്ടാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. പക്ഷെ അവർ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ പറയുന്ന ഷിംസിത പറഞ്ഞത് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വളരെ കൃത്യമായി പോലീസിന് ഇവർക്ക് പബ്ലിക്കിന് മുന്നിൽ കൊടുക്കാൻ, പത്രക്കാർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. സാധാരണ അങ്ങനെ കൊടുക്കാത്തതാണ്. കൃത്യമായി അവർ പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, അയാൾ ആദ്യം മുതൽ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, ആനയെ കുതിര എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിലും പ്രശ്നം ഈ പയ്യൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ് അവരുടെ റിയാക്ഷൻ അയാൾ മരിച്ചാൽ എനിക്ക് എന്നാ പ്രശ്നം. അത്രയ്ക്ക് മാത്രം ധിക്കാരം. ഇപ്പോൾ രാഹുൽ മാങ്കോട്ടിനൊരു വാക്കാണ് ഇത്തരം പ്രശ്നത്തിലാക്കി. ഹൂ കെയേഴ്സ് എന്നൊരു ചോദ്യം ചോദിച്ചു. മുഴുവൻ പബ്ലിക്കിനോടും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഹൂ കെയേഴ്സ്. അതുപോലെ തന്നെ ഇവരും ചോദിച്ചു അയാൾ മരിച്ചാൽ എനിക്കെന്താ പ്രശ്നം. ഇവിടെ ഒരു പെൺകുട്ടിയാണ് പ്രതിയായി വരുന്നത്. സാധാരണ ആൺകുട്ടികളാണ് പ്രതികളായി വരാറുള്ളത്. ഇവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് സ്ത്രീകൾ അവരുടെ ലിമിറ്റ് കഴിഞ്ഞ് രംഗത്തേക്ക് വരുന്ന ഇത്തരം കാര്യങ്ങളെ മറ്റുള്ളവരുടെ മരണത്തിന് കാരണമായി തീരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അതായത് പുരുഷ പീഡനം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ നിന്നത്. സ്ത്രീ പീഡനം എന്നുള്ള വകുപ്പ് മാറി പുരുഷ പീഡനം. അപ്പോൾ ഇതിൽ 10 വർഷം തടവ് ശിക്ഷ അവർക്ക് കിട്ടാവുന്ന വകുപ്പായതുകൊണ്ട് ജാമ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പല തെളിവുകളുണ്ടാവില്ല. ഈ മൊബൈൽ ചിത്രീകരിച്ച് വേറെ ടെക്നീഷ്യന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ 10 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് അവരെ പേര് ചേർത്തിട്ടുള്ളത്. അവർ കോഴിക്കോട് ജയിലിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കോഴിക്കോട് വനിതാ ജയിലിലാണ് കിടക്കുന്നത്. അവരെ ശരീരം മുഴുവൻ പരിശോധിച്ചിട്ടാണ് നഗ്നയാക്കി കംപ്ലീറ്റ് പരിശോധിച്ച ശേഷമാണ് ജയിൽ കയറ്റിയിട്ടുള്ളത്. എല്ലാവർക്കും അതിന് ബാധകമാണ്. അത് സ്ത്രീയെന്നോ പുരുഷനോ ബാധകമില്ല. ഏതൊരാളാണെങ്കിലും അവരെ ജയിൽ കയറ്റുമ്പോൾ പൂർണ്ണ നഗ്നയാക്കി പരിശോധിക്കും. വരിഞ്ഞ് എവിടെയെങ്കിലും മയക്കുമരുന്ന് മൊബൈൽ എന്തെങ്കിലും കൊണ്ട് സയനൈഡ് ഉണ്ടാവും, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പരിശോധിക്കും. അത് പരിശോധിക്കുന്നില്ലെങ്കിൽ ജയിലിനുള്ളിൽ അവർക്ക് വാർഡന്മാർക്ക് കുടുങ്ങും, അവസാനം സൂപ്രണ്ട് കുടുങ്ങുള്ളൂ. അപ്പോൾ അതില്ലായിരിക്കാൻ അവിടെ ഇവിടുത്തെ മാതിരി നിയമങ്ങളൊന്നും പറ്റില്ല. അവിടെ ഉള്ളിൽ ആര് കയറിയാലും ഉള്ളിൽ കയറുമ്പോൾ എല്ലാം പരിശോധിച്ച് അവരുടെ വേഷം, അവരുടെ ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഷിംസിത ഈ കേസിൽ കുറ്റക്കാരിയാണോ അല്ലെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഈ വീഡിയോ കൊണ്ട് പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ വീഡിയോ നടന്ന സംഭവമാണ്. അതിൽ ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള മാത്രമാണ് തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ പോലും അല്ലല്ല, ആ ഫാക്ട് ടെക്നിക്കലായിട്ട് ഫാൾട്ട്. ഇവരുടെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം അത് ഇയാളുടെ സ്വകാര്യതയെ കൈകാര്യം ചെയ്യുക. ഇവർക്കത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വീഡിയോ എടുത്തെങ്കിൽ ആ വീഡിയോയുമായിട്ട് പ്രോപ്പർ റെക്കോർഡുമായിട്ട് നേരെ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത് തിരിച്ചറിയാൻ പോകുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ആ പെൺകുട്ടി 1.25 വർഷം മുമ്പ് ഒരു പരാതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും സേഫ് ആയിട്ട് നിൽക്കുന്നു നമുക്ക് തോന്നുന്നു. പിന്നെ ആ ബസ്സിലെ കണ്ടക്ടറോട് ഇത്തരം കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനം ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ ദൃശ്യം കാണുന്നില്ല. കാരണം അതായത് ബസ്സിൽ യാത്ര ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഇറങ്ങാൻ സമയത്ത് ആണ് ഇത് എടുക്കുന്നത്. അത് കാത്തിരുന്ന് അവർ ഒരു ഇരയെ തേടി തൻ്റെ കണ്ടന്റ് തയ്യാറാക്കാൻ പറ്റും. തൻ്റെ വീഡിയോ ഉണ്ടാക്കി ലൈവാക്കി ഏറ്റവും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണിതെന്ന് കണ്ടെത്തി അയാൾ പ്ലാൻ ചെയ്തത് ഈ ഇരയായിപ്പോയി. ഇരയായി മാറിയ വേട്ടക്കാരൻ സ്ത്രീയുമായി പയ്യനുമായി, വേട്ടക്കാരൻ സ്ത്രീയായി ആ ദീപക്കുമായി എന്നുള്ളതാണ് സത്യം. ഇതിപ്പം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ നിയമം ഇപ്പം അവരുടെ തന്നെ പല രീതിയിലുള്ള ഫോട്ടോ ആണെന്ന് ഇഷ്ടംപോലെ ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഈ നഗ്നചിത്രം അവരെ പീഡിപ്പിക്കപ്പെടുന്നതാണെങ്കിൽ പോലും അവർ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇവൻ കാര്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൾ തന്നെ സ്വയം അപമാനിക്കപ്പെടാൻ വേണ്ടി സമൂഹത്തിന് മുമ്പ് നിന്നു കൊടുക്കല്ലേ? ആരെങ്കിലും പുറത്ത് പറയുമോ? അവളുടെ മുഖം അന്ന് മറച്ചിരുന്നു.
പക്ഷെ സ്വന്തം സ്വയമേ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്ത്രീകൾ ഇറങ്ങുന്നു, പെൺകുട്ടികൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത്. ആ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ വളർന്നു വരുന്ന വേറൊരു കൾച്ചറുണ്ട്. ആദ്യം നമ്മൾ വെറും കള്ള് ഷാപ്പ്, അവിടെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. ബാറായപ്പം വളരെ ചുരുക്കം വല്ലപ്പോഴും ബീർ കഴിക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട്. റിസോർട്ടായപ്പോഴത്തേക്കും തുള്ളി ചാടാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട്. ഇനി അതിലും പ്രധാനപ്പെട്ട റിയാസിൻ്റെ അടുത്ത സംഭാവന വരുന്നുണ്ട്, കാരവൻ ടൂറിസം. അവിടെ നടക്കാൻ പോകുന്ന എന്നാന്ന് ആലോചിക്കാനേ പറ്റുള്ളൂ, എന്തുവാണ്. അപ്പം അങ്ങനെ പരസ്യമായി ഗവൺമെന്റ് ചെലവിൽ വ്യഭിചാരമാണ് അവിടെ നടക്കാൻ സംശയം. അതിന് വരെ തയ്യാറുള്ള അതിന് കാരവൻ ടൂറിസത്തിൽ അവിടെ പങ്കാളിയാകാൻ തയ്യാർ, ക്രൂ ആയിട്ടോ ഹോസ്റ്റസ് ആയിട്ടോ വരാൻ സ്വയം ആ ജോലി ചെയ്യാൻ തയ്യാറുള്ള പെൺകുട്ടികൾ എന്തിനും പോകും? വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി വരുമാനം കിട്ടുന്നത്. ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടയിൽ സെയിൽസ് ഗേളായി പോയിരുന്ന 1000 രൂപ കിട്ടിയ ഭാഗ്യം. മറിച്ച് ഇതിന് അവിടെ 1000-ന് പകരം 10,000 1 ലക്ഷം കിട്ടും. അതായത് സെക്സ് ടൂറിസം കേരളത്തിൽ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഗോവൻ സംസ്കാരം. അതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, DJ പാർട്ടികളായി കഴിഞ്ഞ് നൈറ്റ് പാർട്ടികളായി കഴിഞ്ഞ് അതൊന്നൊരു നൈറ്റ് ലൈഫ് വേണമെന്നാണ് കൊച്ചിയിൽ ബ്രോഡ്വേയിൽ. അപ്പോൾ ഇതെല്ലാം ഒരു വൾണറബിളായിട്ടുള്ള ആൾക്കാർ ഇതിന് ചെന്നുപിടുകയും പെൺകുട്ടികൾ പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളെയും എത്തിപ്പെടുമ്പോൾ ആദ്യം അവരെ കൂട്ടത്തിൽപ്പെടുത്തും, മയക്കുമരുന്ന് ആദ്യം അറിയാതെ കൊടുക്കും, പിന്നെ അവർക്കത് അഡിക്റ്റ് ആവും, പിന്നെ അതിൻ്റെ കാരിയർമാരാവും, പിന്നെ അവർ ഇതിൻ്റെ സ്ഥിരം ആളുകളാണ്, പിന്നെ വ്യഭിചാരത്തിന് ഇറങ്ങും. അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഏതൊക്കെ മാർഗ്ഗമൊക്കെ സ്വീകരിക്കും. എളുപ്പ മാർഗത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗമാണെന്ന് കണ്ടിട്ട് ധാരാളം പെൺകുട്ടികൾ, നമ്മൾ പല പെൺകുട്ടികളും പെട്ട് പോവുകയാണ്. പെട്ടാൽ പിന്നെ അങ്ങോട്ട് ഊരാൻ പറ്റില്ല. അല്ല, അതിനകത്ത് മയക്കുമരുന്നിന്റെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നടപ്പില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ് കേരളം. കേരളം അല്ല, കൊച്ചി. ഏറ്റവും അധികം കൊച്ചിയിലാണ് നമ്മളിരിക്കുന്നത്. ഇത് എവിടെ എത്തിച്ചേരും നമുക്ക് അറിയില്ല. അതിന് കാരണം ഭരണതലത്തിലുള്ള പ്രമുഖരായ ആളുകൾ മയക്കുമരുന്നിന്റെ ഏജന്റ്മാരെ ഡോണുകളായി പ്രവർത്തിക്കുന്നു. ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ ജയിലിൽ പോയി കടന്നപ്പോഴാണ് അവിടെയുള്ള 65% തടവുകാരും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതികളായിട്ടുള്ളത്. എങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണത്. അല്ല, ഈ പെൺകുട്ടി ഇത്തരം പല പെൺകുട്ടികളുണ്ട്. രണ്ടും കൽപ്പിച്ച്, അതായത് കല്യാണം ആലോചിച്ചാൽ കെട്ടാമെന്ന് പറഞ്ഞ ഉടനെ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറുള്ള മനസ്സുള്ള പെൺകുട്ടികളുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള ഇപ്പം നമ്മുടെ തൃശ്ശൂർ കോളേജിൽ പ്രൊഫസറുടെ നേതൃത്വത്തിലാണ് അതിനെ ആർത്തവകാല ഉത്സവകാലം എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് മുദ്രാവാക്യം വിളിച്ച് പെൺകുട്ടികളെ വഴിയൊക്കെ നടത്തുക. ശബരിമല കയറാനായിട്ട് രണ്ടും കൽപ്പിച്ച് പോകാൻ ആരാ ഉണ്ടായിരുന്നത്? വലിയ ആചാരം. കൊള്ളാവുന്ന കുടുംബത്തിൽ ഒരു കൊച്ചും പോയിട്ടില്ല, വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പോയിട്ടില്ല. എന്തായാലും നമ്മുടെ ഷിംസിത എന്ന് പറയുന്നത്, സിത എന്ന് പറയുന്ന മുസ്തഫ എന്ന പെൺകുട്ടി ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അവർ PP ദിവ്യയുടെ ചേട്ടത്തിയാണോ അനീത്തിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ഇടതുപക്ഷ സഹയാത്രികയായ ശേഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, എന്ത് വൃത്തികേടും കാണിക്കാന്നുള്ള ഇപ്പം ജയിലിലുമായി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്ക് ഇനി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ആന്തൂർ നഗരസഭ മേയർ സ്വീകരിക്കാൻ വരുമോ? പറയാതിരിക്കാൻ പറ്റില്ല. കാരണം VP ദിവ്യനെ സ്വീകരിക്കാമെന്നത് പിന്നെ നമ്മുടെ ഗോവിന്ദന്റെ ഭാര്യയാണ്. ഗോവിന്ദന്റെ ഭാര്യയാണ്. ഇവിടെ ഏതൊക്കെ ഗോവിന്ദന്മാരുടെ ഭാര്യമാര് വരും സ്വീകരിക്കാന്ന് നമുക്ക് കാത്തിരിക്കാം.